നമസ്കാരം, വന്ദനം, നമോ വാഗം. 1971 ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി മാറാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെയാണ് അവിടെ വിമോചന സമരം ഉണ്ടാകുന്നത്. ആ വിമോചന സമരത്തിൽ പങ്കെടുത്ത അവിടെയുള്ള ആൾക്കാർക്ക് 30% സംവരണം ഏർപ്പെടുത്തണം എന്ന് പറയുന്ന ആ ഒരു തീരുമാനം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഈ കലാപത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നു. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഷെയ്ഖ് ഹസീന ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ഈ കലാപം ഇപ്പോൾ വലിയ രീതിയിൽ ബംഗ്ലാദേശിലേക്ക് ആളിപ്പടരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഈ ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്? 30% സംവരണം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് എടുത്തു മാറ്റണം എന്നിവർ പറയുന്നത്? ഏതൊക്കെ ലോകരാജ്യങ്ങൾക്കാണ് ഇതിനകത്ത് കൈയുള്ളത്? ഇന്ത്യയെ ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഉന്നം വയ്ക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്ന് എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. ഇനി ആ കലാപത്തിൻ്റെ നാശനഷ്ടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2500 പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. അവിടെ ജനങ്ങൾ അഴിഞ്ഞാടുകയാണ്. ജനങ്ങളെന്ന് പറയാൻ പറ്റില്ല, കലാപകാരികൾ അഴിഞ്ഞാടുകയാണ്. ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിലെ തടവുകാരെ ജയിലിന് തീയിട്ട് വരെ മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശ് കത്തുകയാണ്. ബംഗ്ലാദേശിനെ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രക്ഷോഭം തന്നെയാണ് അവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികളാണ് ജയിലിൽ തകർക്കുകയും തീയിടുകയും ചെയ്തത്. നർസിംഗഡി ജില്ലയിലെ സെൻട്രൽ ജയിലിന് 100 കണക്കിന് തടവുകാരെയാണ് പ്രക്ഷോഭകർ മോചിപ്പിച്ചിരിക്കുന്നത്. മരണം 100ഓടടുക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ആ കലാപത്തിൽ 100ലേറെ ആൾക്കാർ മരിച്ചിരിക്കുന്നു എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ, ഈ ഇടയ്ക്ക് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവന നടത്തിയതിനു പിന്നാലെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ പല ഭാഗത്തു നിന്ന് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ, അമേരിക്ക, സായിപ്പ് എന്നാണ് അവർ പറയുന്നത്, പക്ഷെ നമുക്ക് അമേരിക്ക എന്ന് മാത്രമേ നാക്കിൽ വരൂ. ആ പ്രസ്താവന വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ അന്തർധാരയിൽ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി എന്താണ് ആ പ്രസ്താവന? ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ ഞങ്ങൾ ജയിപ്പിച്ചു തരാം. ഷെയ്ഖ് ഹസീനയെ ജയിപ്പിച്ച് തരണമെങ്കിൽ ഷെയ്ഖ് ഹസീന നമുക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്ത് തരണം എന്ന് പറഞ്ഞൊരു സായിപ്പ് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ സമീപിച്ചു എന്നാണ് ഷെയ്ഖ് ഹസീന ആ പ്രസ്താവനയിൽ പറയുന്നത്. ആ സായിപ്പ് പറയുന്നത്, ഇന്ത്യൻ അതിർത്തിയിൽ ഞങ്ങൾക്കൊരു ക്രിസ്ത്യൻ രാജ്യം വേണം. ഇന്ത്യൻ അതിർത്തിയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം വേണം എന്നതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന അതിനുവേണ്ടി സഹായിക്കണം. ബംഗ്ലാദേശിലെ യാതൊരുവിധ സ്ഥലങ്ങൾക്കും ഒരു കോട്ടവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. മറിച്ച് ഞങ്ങൾ ഉന്നമിടുന്നത് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെയാണ് എന്നുള്ളതാണ്. അതായത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ, പിന്നെ ബർമയും കൂടെ ചേർത്ത് നമുക്കൊരു ക്രിസ്ത്യൻ രാജ്യം അവിടെ രൂപീകരിച്ചെടുക്കണം. ഇതെന്തിനാണ് വന്നത്, എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയെ ആക്രമിക്കാൻ എല്ലാവർക്കും വളരെ എളുപ്പമാകും. ഇന്ത്യയിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പം സാധിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മണിപ്പൂർ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേറാതിരിക്കാൻ വലിയ രീതിയിലുള്ള കലാപം ആളിക്കത്തിച്ച് പൊട്ടിപ്പുറപ്പെടുവിച്ചത്. മണിപ്പൂരിൽ നടക്കുന്ന വിഷയമൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. മണിപ്പൂരിൽ നടക്കുന്ന വിഷയം എന്തുകൊണ്ട് വീണ്ടും ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ആളിക്കത്തി എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇത്രയും നാളും മണിപ്പൂർ ആളിക്കത്തിയിരുന്നില്ലല്ലോ. മണിപ്പൂരിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന വിഷയമാണ് അത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതിൻ്റെ പിന്നിൽ ഫണ്ട് ഇറക്കുന്ന ടീമുകൾ ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ചില ആൾക്കാർ പറയുന്നു സോറോസ് ആണ് ഇതിൻ്റെ പിന്നിൽ ഫണ്ട് ഇറക്കുന്നതെന്ന്. ചില ആൾക്കാർ പറയുന്നു ചൈനയുടെ താല്പര്യമാണ് ഇതെന്ന്. ചില ആൾക്കാർ പറയുന്നു അമേരിക്ക ഇന്ത്യയെ തകർക്കാനായിട്ട് ചെയ്യുന്ന പദ്ധതികളാണ്. അതിൽ മൂന്നിലും പറയുന്നതിലും ഫാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ 3 രാജ്യങ്ങൾക്കും നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടാം. ചിരിച്ച് കാണിക്കുമെങ്കിലും അതിൽ അമേരിക്കയാണ് നമ്മളെ ചിരിച്ച് കാണിക്കുന്നത്. പുറകിൽ നിന്ന് കുത്താൻ കാത്തു നിൽക്കുകയാണ് അമേരിക്ക എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം നരേന്ദ്രമോദി അമേരിക്കയുടെ പാർലമെന്റിൽ ചെന്ന് പ്രസംഗിച്ച ഒരു കാര്യമുണ്ട്, ഇന്ത്യ കുതിക്കുകയാണ്. അപ്പൊ സായിപ്പ് അവിടെ കൈയടിക്കുന്നുവെങ്കിലും സായിപ്പ് ചതിയുടെ ആശാനാണ്, ചൈനയുടെ അപ്പനായിട്ട് വരും ചതിയുടെ കാര്യത്തിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സായിപ്പിന്റെ മുമ്പിൽ ചെന്ന് നെഞ്ചു വിരിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയാണ്, ഞങ്ങൾ 5ാം സ്ഥാനത്തേക്ക് ലോക സമ്പദ് വ്യവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു, ഇനി വൈകാതെ തന്നെ ഞങ്ങൾ 3ാം സ്ഥാനത്തേക്കും എത്തും എന്ന് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അമേരിക്കയുടെ പാർലമെന്റിൽ ചെന്ന് പറയുമ്പോൾ ലോക പോലീസായ അമേരിക്കയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളെല്ലാം കോർത്തിണക്കി ഇവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാനുള്ള നീക്കം അമേരിക്ക നടത്തുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ ആ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്രിസ്ത്യൻ രാജ്യം എന്ന് പറയുമ്പോൾ സാധാരണ ക്രിസ്ത്യൻസ് അല്ല, ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് നമ്മൾ പറയും. ആ ഇവാഞ്ചലിസ്റ്റുകളെ കൊണ്ട് പല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും മതപരിവർത്തനം നടത്തി അവിടെ മുഴുവൻ ഇവാഞ്ചലിസ്റ്റ് ഭൂരിപക്ഷം തികച്ചതിന് ശേഷം അവിടെ ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു കോടതി
വിധി ഉണ്ടായിരുന്നു. ആ കോടതി വിധിയിൽ പറയുന്നത് മതപരിവർത്തനം തടയേണ്ടത് അനിവാര്യമാണ് എന്നാണ്. മതപരിവർത്തനം തടഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് കോടതി വിധി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രോ ഇന്ത്യൻ നിലപാടെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരു പ്രോ ഇന്ത്യൻ നിലപാടെടുക്കുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുമായിട്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് നല്ല ബന്ധമാണ്. ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടുകളല്ല ഷെയ്ഖ് ഹസീന പല ഭാഗത്തും പല സമയത്തും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന ഇക്കാര്യം തുറന്നു പറയുകയാണ് ചെയ്തത്. അങ്ങനെ തുറന്നു പറഞ്ഞപ്പോഴാണ് സംഭവത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പല ആൾക്കാർക്കും മനസ്സിലായത്. സംഭവത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഷെയ്ഖ് ഹസീന തുറന്ന് പറഞ്ഞത് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ മാറ്റാനുള്ള അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ പ്രതിരോധത്തിലാക്കാനുള്ള ഇത്തരത്തിലുള്ള വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ബംഗ്ലാദേശിൽ വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഈ ബംഗ്ലാദേശിൽ 30% ആൾക്കാർക്ക് അവിടെ സംവരണം കൊടുക്കണം. കാരണം ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാണവർ. ബംഗ്ലാദേശിലെ അങ്ങനെയുള്ള ആൾക്കാർക്ക് സംവരണം കൊടുക്കാത്ത അവരാർക്ക് സംവരണം കൊടുക്കും എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അവർക്കത് കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം ബംഗ്ലാദേശ് രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ച ആൾക്കാരാണ് അവർക്കത് കൊടുക്കണം. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു റെക്കഗ്നിഷൻ കിട്ടണം എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ അത് കൊടുക്കണം, അത് കൊടുക്കുന്നത് തെറ്റാണ്, ആ സംവരണം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ചില ക്ഷുദ്രശക്തികൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഉള്ളുകളിയുണ്ട്, അതാണ് ഇന്ത്യയെ ഇതിൽ ബാധിക്കാൻ പോകുന്ന ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ എന്തോ കലാപം നടക്കുകയാണ്. ആ കലാപം ഷെയ്ഖ് ഹസീന ചിലപ്പോൾ പുറത്താവും, ഷെയ്ഖ് ഹസീന ചിലപ്പോൾ രാജിവെക്കും, വേറൊരു പ്രധാനമന്ത്രി അവിടെ അവരോധിതനാകും അല്ലെങ്കിൽ അവരോധിതയാകും. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിലെ കലാപം ശമിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ വലിയൊരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്, ചൈന ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമല്ല. പാക് അധീന കശ്മീർ അതിനിടയിലുണ്ട്, അത് നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വലിയൊരു ത്രട്ടൺ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നേരിടാനില്ല. അവിടെ താലിബാൻ ആണെങ്കിൽ പോലും. പക്ഷേ ഇപ്പുറത്ത് പാകിസ്ഥാനുണ്ട്. ഈ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു ആൻറ്റി ഇന്ത്യൻ സർക്കാരിനെ ചുറ്റുമുണ്ടാക്കാൻ, അതായത് ആൻറ്റി ഇന്ത്യൻ രാജ്യങ്ങളെ ചുറ്റുമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിൽ ബംഗ്ലാദേശ് മാത്രമാണ് മുഖം തിരിച്ചു നിൽക്കുന്നത്. ബംഗ്ലാദേശ് കൂടെ അതിന് കൈ കൊടുത്തു കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു സംഭവത്തിന് ബംഗ്ലാദേശ് കൈകൊടുത്ത് ഇന്ത്യയിൽ ക്ഷുദ്രശക്തികളെ നുഴഞ്ഞു കയറാനായിട്ട് 3 പേരും കൂടെ വലിയ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞാൽ 3 വാർ ഫ്രണ്ട് നമുക്ക് തുറക്കേണ്ടി വരും ഇന്ത്യയിൽ. അതായത് പാകിസ്ഥാനിലേക്ക് ഒരു വാർ ഫ്രണ്ട്, ചൈനയിലേക്ക് ഒരു വാർ ഫ്രണ്ട്, ബംഗ്ലാദേശിലേക്ക് ഒരു വാർ ഫ്രണ്ട്. ഇങ്ങനെ 3 സംഭവങ്ങൾ ഇന്ത്യക്ക് തുറക്കേണ്ടി വരും എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അത്തരത്തിലൊരു വാർ ഫ്രണ്ട് തുറക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഇന്ത്യ തുറക്കും എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയാതെ നോക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. കാരണം യുദ്ധം വരിക, യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ എല്ലാ രാജ്യങ്ങളെയും, ലോകത്തെ മുഴുവൻ പല വർഷങ്ങൾ പിന്നോട്ടടിക്കുന്ന നിലപാടുകളാണ്. കാരണം നമ്മളിവിടെ ഇരുന്ന് പറയും, ഡേ അടിയടാ, നീ കയറി അടിയടാ, ആ ഇന്ത്യ പാകിസ്ഥാനിലോട്ട് പോയി അടി, അവിടെ നിന്ന് അങ്ങോട്ട് ബലാക്കോട്ടിലോട്ട് ബോംബിട്, ഒരു കാര്യം ചെയ്യും ചൈനയിലെ ബീജിങ്ങിലോട്ട് ഒരു ബോംബിട്, അപ്പുറത്ത് ബംഗ്ലാദേശിലോട്ട് ഒരു ബോംബിട്. അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബോംബിടുമ്പം അവരും തിരിച്ചിങ്ങോട്ട് ഇടുമല്ലോ. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ബോംബിടുമ്പം ഇവിടെ ഇരുന്ന് കേരളത്തിൽ ഇരുന്ന് അങ്ങോട്ടടി ഇങ്ങോട്ടടി എന്ന് പറയുന്നവന്മാർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്രോൾ കിട്ടാതാവും, ഭക്ഷ്യക്ഷാമം വരും, പല പല കാര്യങ്ങളിൽ ക്ഷാമങ്ങൾ വന്നു തുടങ്ങും. ഈ രാജ്യം മുഴുവൻ പട്ടിണിയിലായി പോകും. പിന്നെ ആ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വലിയ രീതിയിലുള്ളൊരു പ്രയത്നം, 25 കൊല്ലം പിന്നോട്ടായ രാജ്യത്തിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു 50 കൊല്ലം പ്രയത്നിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകാതെ അവർ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ വിഘടിപ്പിക്കാനും, നമ്മുടെ രാജ്യത്തിൽ വിഘടനവാദം സൃഷ്ടിക്കാനും, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും, രാജ്യത്തെ സർക്കാരിന് ഭരണകാര്യങ്ങളിൽ അസൗകര്യം സൃഷ്ടിക്കാനും അവർ കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ബില്ലുകളൊന്നും പാസ്സാകാൻ പാടില്ല, രാജ്യത്ത് ഭരണ നിർവഹണം നടത്താൻ പാടില്ല, ഭരണം സ്തംഭിക്കണം എന്നുള്ള രീതിയിലാണ് ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നിരന്തരം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ബംഗ്ലാദേശിനെ കൂട്ടുപിടിക്കാൻ പോയപ്പോഴാണ് ബംഗ്ലാദേശിന് അതിന് മുഖം തിരിച്ചു നിന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു സംവരണ പ്രക്ഷോഭം എന്ന പേരിൽ ഒരു സംഭവം അവിടെ അരങ്ങേറുന്നത്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. അപ്പോൾ ശരി.